മലയാളികളുടെ സ്വന്തം മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച സന്തോഷ നിമിഷങ്ങളാണ് ഓരോ മലയാളികളുടെ ഉള്ളിലും. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് കേന്ദ്ര സർക്കാർ ഒരു ചലച്ചിത്ര പ്രവർത്തകന് നൽകുന്ന പരമോന്നത ബഹുമതി എന്ന നിലയിലാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് പ്രസക്തമാവുന്നത്. വളരെ സൂക്ഷ്മവും അവധാനതാപൂർണവുമായ തെരഞ്ഞെടുപ്പിലൂടെ ലഭ്യമാകുന്ന അംഗീകാരമായതിനാൽ തന്നെ ഇത് അത്യന്തം ശ്രേഷ്ഠമായി കാണുന്നു. ഫാൽക്കെ എന്ന ചലച്ചിത്രകാരന്റെ ജീവിതം അസാധാരണമായ ഒന്നാണ്. നോക്കാം. ധുണ്ട്രാജ് ഗോവിന്ദ് ഫാൽക്കെ എന്നാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നാമം. നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, എഡിറ്റർ, കലാസംവിധായകൻ, വസ്ത്രാലങ്കാരകൻ, മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നിങ്ങനെ ബഹുമുഖനായ കർമ്മപഥങ്ങളിലൂടെ പ്രശസ്തനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന മഹത്തായ പദവി അദ്ദേഹത്തിന് ലഭ്യമായി. 1870 ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ഫാൽക്കെ ജനിച്ചത്. 1913 പുറത്തിറങ്ങിയ ആദ്യ ഇന്ത്യൻ സിനിമയായ രാജാ ഹരിശ്ചന്ദ്രയുടെ സൃഷ്ടാവായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട പ്രഥമ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമായിരുന്നു അത്. തുടർന്ന് 2 പതിറ്റാണ്ടുകാലം സിനിമയിൽ സജീവമായ അദ്ദേഹം അനവധി ഫീച്ചർ സിനിമകളും ഹ്രസ്വചിത്രങ്ങളും നിർമ്മിച്ചു. കാളിയമർദ്ദൻ, സത്യവാൻ സാവിത്രി, ലങ്കാദഹൻ, ശ്രീകൃഷ്ണ ജന്മ അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങൾ. ലോകമെമ്പാടുമുള്ള എല്ലാ സിനിമാ പ്രേമികൾ അറിഞ്ഞിരിക്കേണ്ടതും പഠിക്കേണ്ടതുമായ വ്യക്തിത്വത്തിനുടമയാണ് ഫാൽക്കെ. ഒരു മറാഠി ബ്രാഹ്മണ കുടുംബത്തിൽ സംസ്കൃത പണ്ഡിതനും പുരോഹിതനുമായ ഗോവിന്ദ് സദാശിവ് ഫാൽക്കെയുടെയും ദ്വാരകാഭായിയുടെയും 7 മക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1969 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകാൻ സർക്കാർ ഏർപ്പെടുത്തിയത്. ധുണ്ട്രാജ് ഗോവിന്ദ് ഫാൽക്കെയുടെ പേരിന് മുന്നിൽ ദാദാസാഹിബ് എങ്ങനെ വന്നു എന്നത് ഒരു കൗതുകമാണ്. യഥാർത്ഥത്തിൽ അതൊരു വിശേഷണ പദമാണ്, ആദരസൂചകമായി ഒരാളുടെ പേരിനൊപ്പം ചേർക്കപ്പെടുന്നത്. നടി ദേവിക റാണിയായിരുന്നു പ്രഥമ പുരസ്കാര ജേതാവ്. സത്യജിത് റായ്, ലതാ മങ്കേഷ്കർ, അക്നേനി നാഗേശ്വര റാവു, രാജ് കപൂർ, അശോക് കുമാർ, ദിലീപ് കുമാർ, രാജ്കുമാർ, ശിവാജി ഗണേശൻ, ബിയാർ ചോപ്ര, ആശാ ഭോസ്ലെ, യാഷ് ചോപ്ര, ദേവ് ആനന്ദ്, മൃണാൽ സെൻ, ശ്യാം ബനഗൽ, മന്ന ഡേ, തപസിൻഹ, കെ ബാലചന്ദ്രൻ, ശശി കപൂർ, അമിതാഭ് ബച്ചൻ, രജനികാന്ത്, മിഥുൻ ചക്രവർത്തി എന്നിങ്ങനെ നിരവധി പേർ ഈ നേട്ടത്തിനുടമകളാണ്. മലയാളത്തിൽ നിന്ന് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ വ്യക്തി ചലച്ചിത്രകാരനായ അടൂർ ഗോപാലകൃഷ്ണനാണ്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോൾ മോഹൻലാലും.